Find the probability of a dot put without looking to be within the shaded part. അപ്പം നമുക്കിവിടെ ഷെയ്ഡഡ് പാർട്ട് ഒരു സർക്കിളാണ്, മറ്റേ പാർട്ട് ഒരു സ്ക്വയറാണ്. ഫുൾ പാർട്ട് ഒരു സ്ക്വയറാണ്, ഷെയ്ഡഡ് പാർട്ട് സർക്കിളാണ്. അപ്പോൾ ആദ്യം നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് എത്രയെന്ന് എഴുതാം. സർക്കിളിൻ്റെ റേഡിയസിനെ നമുക്ക് 6 ആയിട്ട് എടുക്കാം. സർക്കിളിൻ്റെ റേഡിയസ് 6. ദെൻ അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് എന്തായിരിക്കും? 2r. സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ് 2r. ദെൻ നമുക്കിവിടെ സർക്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. നമ്മുടെ ഫോർമുല വന്നിട്ട് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്, പ്രോബബിലിറ്റി ടു പുട്ട് എ ഡോട്ട് വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സ്ക്വയർ ആണ്. ഏതാണോ പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത് അതെപ്പോഴും മുകളിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഏരിയ ഓഫ് ദ സർക്കിൾ എഴുതാം. ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു, ഏരിയ ഓഫ് ദ സർക്കിൾ മീൻസ് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഈസ് ഈക്വൽ ടു πr സ്ക്വയർ. ദെൻ ഏരിയ ഓഫ് ദ സ്ക്വയർ എഴുതാം. ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ഈസ് ഈക്വൽ ടു 2r സ്ക്വയർ, ദാറ്റ് ഈസ് 4r സ്ക്വയർ. ദെൻ നമുക്കിനി നമ്മുടെ ഫോർമുല എഴുതാം. പ്രോബബിലിറ്റി ടു പുട്ട് എ ഡോട്ട് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ടു പുട്ട് എ ഡോട്ട് വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്, ഞാൻ മുഴുവൻ എഴുതിയിട്ടില്ല, ഈസ് ഈക്വൽ ടു πr സ്ക്വയർ, അതായത് സർക്കിളിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയറിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ. ദെൻ r സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ π/4. ആൻസർ ഈസ് ഈക്വൽ ടു π/4. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.